നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ശിവു, എന്തുറ്റി പ്രണവിന്റെ ഏട്ടത്തി ഒരു വാക്കുപോലും മിണ്ടുന്നില്ലല്ലോ. എന്നെ ഇവിടെ തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ നിധി? ഒരു സർപ്രൈസ് തരണമെന്നേ ആഗ്രഹിച്ചുള്ളൂ. പക്ഷെ നിധി, നീ വല്ലാത്ത ഷോക്കായി പോയല്ലോ. ഇത് ഷോക്കൊന്നുമല്ല ശിവാനി. എന്റെ ലവറ് നീയാണെന്ന് തിരിച്ചറിഞ്ഞ് അതിശയത്തിൽ നിൽക്കുക എടത്തി. അത് ശരി, അതിശയം കൂടിപ്പോയതുകൊണ്ടായിരിക്കും ഒന്നും മിണ്ടാൻ പറ്റാത്തത്. പ്രണവ്, എന്താ ഇത്? എടത്തി കണ്ട ഈ കാഴ്ച സത്യമാ. ശിവാനി തന്നെ എന്റെ ലവറ്. ഞങ്ങള് നല്ല ഇഷ്ടത്തിലേ എടത്തി. അല്ല, ഏട്ടത്തി ഒന്നും പറഞ്ഞില്ല. എന്റെ സെലക്ഷൻ എങ്ങനെയുണ്ട്? അനിയൻ ചോദിക്കുന്ന കേട്ടില്ലേ? ഏട്ടത്തി ഒരു മറുപടി പറയുന്നേ. പ്രണവിന്റെ സെലക്ഷൻ തെറ്റിയില്ലല്ലോ. എനിക്ക് ശിവാനി ഒരുപാട് ഇഷ്ടമായി ഏട്ടത്തി. വൈകാതെ തന്നെ വിവാഹം നടത്തണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിന് മുൻകൈ എടുക്കേണ്ടത് ഏട്ടത്തി തന്നെയാണ്. ഏട്ടത്തി എന്നെ വീട്ടിലൊന്ന് സംസാരിക്കാൻ വേണം. എന്തിനാ പ്രണവ് നിധിയോട് ഇതൊക്കെ പറഞ്ഞേൽപ്പിക്കുന്നത്? നമ്മുടെ കാര്യമല്ലേ, നിധി അത് അറിഞ്ഞു ചെയ്തോളും. പ്രത്യേകിച്ചും എനിക്ക് എന്തെങ്കിലും ഒരു നല്ല കാര്യം വരാനുള്ളതാണെങ്കിൽ അതിന് ഒരു കാലതാമസവും നിധി വരത്തില്ല. അല്ലേ നിധി? കുഞ്ഞിലേ മുതലേ ഒരു വീട്ടിലെ താമസിച്ച് വളർന്നവരാ നമ്മള്. ഇനി അങ്ങോട്ടും നമ്മൾ ഒരേ വീട്ടിലെ മരുമക്കളായി സന്തോഷത്തോടെ ജീവിക്കണം. ഓക്കെ ഓക്കെ, ഇനി വർത്താനൊക്കെ പിന്നെ മതി. ഈ കൂടിക്കാഴ്ച നമുക്കൊന്ന് സെലിബ്രേറ്റ് ചെയ്യണം. വാ, ഐസ്ക്രീം കഴിച്ചോണ്ട് തുടങ്ങാം. പ്രണവ്, നിക്ക്. വായടത്തി, ഐസ്ക്രീം കഴിക്കാന്നേ. നീ എന്റെ കൂടെ വന്നേ, നമുക്ക് പോവാം. പോവാന്ന് പറഞ്ഞത് മനസ്സിലായില്ലേ? പോകാന്ന് തന്നെയാ ഞാൻ പറഞ്ഞത്. അല്ല, എന്തു പറ്റിയടത്തി? നിന്നോടല്ലേ വരാൻ പറഞ്ഞത്? വാ ഇങ്ങോട്ട്. പ്രണവ്, എടത്തി, കാര്യം എന്താ വെച്ചാ പറ. ശിവാനി അവിടെ തനിച്ചിരിക്കുക. നീ കാർ എടുക്ക് പ്രണവേ. എന്റെ അടുത്ത് കാര്യം എന്താന്ന് വെച്ചാ പറ. എന്തോ പറ്റിയത്? നിന്റെ അടുത്തല്ലേ പറഞ്ഞത് വണ്ടി എടുക്കാൻ.
ചെവി കേൾക്കില്ലേ നിനക്ക്? ഞാൻ ശിവാനി അടുത്തൊന്ന് പറഞ്ഞിട്ട് വരട്ടെ. ആരോടും ഒന്നും പറയാൻ നിൽക്കണ്ട. വണ്ടി കയറി വരാൻ നോക്ക്. വാ നമുക്ക് പോവാം. പറയുന്നത് അനുസരിക്ക് പ്രണവേ. നീ കേറ്. നിനക്ക് പ്രണവിനെ ഈ റെസ്റ്റോറന്റിൽ നിന്ന് മാത്രം ഇങ്ങനെ പിടിച്ചിറക്കിക്കൊണ്ട് പോകാൻ പറ്റൂ നിധി. എന്റെ മനസ്സിൽ നിന്നും അവനെ പിടിച്ചിറക്കാൻ നിനക്കാവില്ല. കാരണം അവൻ ഇനി എന്നെ വിട്ട് എങ്ങും പോവില്ല. വിടില്ല ഞാൻ അവനെ. എന്തിനാ ഏട്ടത്തി എന്നെ അവിടെ നിന്ന് പിടിച്ചോണ്ട് വന്നേ? എന്തോ പ്രശ്നം? അതൊന്ന് പറ. ശിവാനി ഒരു സർപ്രൈസ് ആയിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടല്ലേ ഏട്ടത്തി കൂട്ടിക്കൊണ്ട് പോയത്. എന്നിട്ട് അവളോടൊന്നും മിണ്ട പോലും ചെയ്യാതെ എന്നെ പിടിച്ചോണ്ട് ഇറങ്ങി പോന്നു. ഞാനതൊന്നും പ്രതീക്ഷയൊന്നുമില്ല. എന്തെങ്കിലും ഒന്ന് പറ. ഇങ്ങനെ മിണ്ടായിരുന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഞാൻ ഇഷ്ടപ്പെടുന്നത് ശിവാനിയാണെന്ന് പറയാതിരുന്നതിന്റെ ദേഷ്യമാണോ? ഏട്ടത്തി ഒരുപാട് പോഴത്തെ ഞാൻ അവളടുത്ത് പറഞ്ഞേ. നമ്മുടെ ഈ റിലേഷന് എല്ലാ സപ്പോർട്ടും തരുന്നത് ഏട്ടത്തിയാണെന്നും പറഞ്ഞു. പക്ഷെ മുഖത്തടിക്കുന്ന പോലെ ഏട്ടത്തി ഇങ്ങനെ റിയാലിറ്റി ഒന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ശിവാനിക്ക് നല്ല വിഷമമായി കാണും. ഏട്ടത്തി അവളെ തനിച്ചാക്കിയിട്ടാ നമ്മളിങ്ങി പോന്നേ. അത് സാരമില്ല. പക്ഷേ ഏട്ടത്തിയുടെ പ്രശ്നം എന്താണെന്ന് എന്റെ അടുത്ത് പറ. ഒന്ന് മിണ്ടാതിരുന്ന് വണ്ടി ഓടിക്കാമോ നിനക്ക്?